ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ആമസോണിൽ നിന്ന് ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചിരുന്നു കേട്ടോ. കുറേ നാളായി ഓർഡർ ചെയ്തിട്ട്, ഒരു 1 വീക്ക് എബോ ആയിട്ടോ. അപ്പോൾ ഇത് ഔട്ട് ഓഫ് ഡെലിവറി എന്ന് കാണിക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായി, ഇതുവരെ ഡെലിവറി ചെയ്തിരുന്നില്ല. അപ്പോൾ ഇന്ന് കസ്റ്റമർ കെയറിൽ വിളിച്ച് ഒന്ന് അപ്ഡേഷൻ കൊടുത്തപ്പോൾ അവർ അതിൻ്റെ ഡെലിവറി സ്പീഡപ്പാക്കിയിട്ട് ഇന്ന് രാത്രി 9:00 കൂടിയിട്ടാണ് കേട്ടോ സാധനം എനിക്ക് കിട്ടിയത്. അപ്പോൾ വേറൊന്നുമല്ല, ഒരു ചെയറാണ് കേട്ടോ, ഒരു ഓഫീസ് ചെയറാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പം മിക്കവരും വർക്ക് ഫ്രം ഹോമായിട്ട് വർക്ക് ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ വർക്ക് ഫ്രം ഹോമായിട്ട് ഇരിക്കുന്നവർക്ക് എന്തായാലും ലുംബ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള നല്ലൊരു ചെയർ അത്യാവശ്യമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത്, പക്ഷേ ഒരുപാട് നാളായി. അപ്പോൾ അത് നമുക്ക് ഇരിക്കാൻ ഒട്ടും കംഫോർട്ടായിട്ട് തോന്നുന്നില്ല അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ത്രൂ ഔട്ട് ഒരു ഡേ ഇരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു നല്ല ചെയർ വാങ്ങിക്കളയാമെന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അത്ര വലിയ ഹൈ റേറ്റോട്ടൊന്നും ഞാൻ പോയില്ല കേട്ടോ. എന്നാലും എനിക്ക് നല്ല റീസണബിൾ റേറ്റിന് നല്ലൊരു ഓഫറിന് ഒരു ചെയർ, ഓഫീസ് ചെയർ കിട്ടി കേട്ടോ. ഒരു ബ്രൗൺ കളറാണ്. അപ്പോൾ നമുക്കത് അൺബോക്സിങ് ചെയ്യാൻ കേട്ടോ. ഒത്തിരി വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് മടക്കി അങ്ങനെ ഒരു പാക്കേജ് ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഉള്ളിലോട്ടുനിന്ന് പുറത്തെടുക്കാൻ തന്നെ കുറച്ച് ടൈം എടുത്തു കേട്ടോ. പിന്നെ ഫിറ്റിങ്സ് ഒന്നും കാര്യങ്ങളായിട്ടില്ല, എല്ലാം അതോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ അതെങ്ങനെയാണ്, എവിടെ നിന്നാണ് ഒന്ന് നമുക്കൊരു ചെയറിൻ്റെ ആ ഒരു ഇതിൽ ലെവലിലാക്കി എടുക്കണമല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ എടുക്കാനായിട്ട് കുറച്ച് നേരം പിടിച്ചു കേട്ടോ. പിന്നെ അതങ്ങോട്ട് ശരിയാക്കി എടുത്തു. അതിൻ്റെ ഒരു പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സ്റ്റെപ്സ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെന്തിനാ വീൽചെയർ? എന്നെ വിളിക്കാനോ? ഇതായിട്ട് ഉള്ളിക്ക് വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന ആക്കാൻ പറ്റുമോ? അങ്ങനെ കുറച്ച് സമയം എടുത്തു ഇത് ചെയർ ഒന്ന് ഈ രൂപത്തിലാക്കി കിട്ടാൻ കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇങ്ങനെ, നമുക്കതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് അത് അവർ ഭയങ്കരമായിട്ട് അതിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് അടച്ച് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പിടിയും വലിയൊക്കെ എടുത്തിട്ട് നോക്കി, പേപ്പറൊക്കെ നോക്കി, സ്റ്റെപ്സൊക്കെ നോക്കി ഒരു 1/2 hour എടുത്ത് അത് ശരിയാക്കി കിട്ടാൻ കേട്ടോ. അപ്പോൾ ഇതാണ് ചെയർ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 4,999 ആണ് കേട്ടോ. എനിക്ക് ഓഫർ കഴിഞ്ഞിട്ട് 4,999 ആണ് വന്നിട്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനൊരു 50 rupees കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതങ്ങനെയാണ്, ഒരു സാധനം നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് വാങ്ങിച്ച് സാധനം കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റേറ്റ് കുറച്ച് കുറയും. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഈ പ്യുവർ ലെതർ എന്നല്ല സീറ്റിങ്ങും അതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് അതിനൊക്കെ ആകുമ്പോൾ നല്ല ഹയർ എൻഡ് നമ്മൾ റേറ്റിലോട്ട് പോകും കേട്ടോ അതിൻ്റെ ഇത്. പക്ഷേ നമുക്ക് ലംബോ സപ്പോർട്ട് കൂടിയിട്ട് നമുക്ക് ഇരിക്കുമ്പോൾ, നമുക്ക് ത്രൂ ഔട്ട് ഞാൻ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കംഫോർട്ട് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ ടയേർഡ്നെസ് വരില്ല, ബാക്ക് പെയിൻ ഒന്നും വരുന്നില്ല കേട്ടോ. ബാക്ക് സപ്പോർട്ടും അഡ്ജസ്റ്റബിൾ ലുംബ സപ്പോർട്ടും കൂടിയിട്ടുള്ള ചെയറാണ് കേട്ടോ. പിന്നെ ഹാൻഡിലും എല്ലാം നല്ല സൂപ്പറാണ് കേട്ടോ. എനിക്കിഷ്ടമായി. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ചുകൂടി നല്ല ഒരു ലുക്കും, നമുക്ക് ഇരിക്കുമ്പോൾ കംഫോർട്ടും തോന്നുന്നുണ്ട് കേട്ടോ. ചെയറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് നോക്കി ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയർ റൂമിലോട്ടൊന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ ഇരുന്ന് നോക്കിയതാണ് കേട്ടോ സിസ്റ്റത്തിൻ്റെ മുന്നിൽ. അപ്പോൾ എനിക്ക് ഇരുന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നല്ല കംഫോർട്ട് ഫീലിംഗ് ആണ്. നമുക്ക് ബാക്ക് സപ്പോർട്ടും ലുംബ സപ്പോർട്ട് കൂടിയിട്ടുള്ള ചെയർ തന്നെയാണ്. പിന്നെ ബാക്ക് പോർഷനിൽ ഇച്ചിരി ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചാഞ്ഞിരിക്കുമ്പോൾ നല്ല കംഫോർട്ട് ഫീലിംഗ് ആണ് കേട്ടോ. നമുക്ക് ടയേർഡ്നെസ് ഒന്നും തോന്നില്ലായിരുന്നു. ഞാൻ പിറ്റേ ദിവസം പിന്നെ ത്രൂ ഔട്ട് ഡേ ഞാൻ ഇരുന്നപ്പോൾ എനിക്ക് നല്ല കംഫോർട്ട് തോന്നി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ എനിക്ക് ഡ്രോബാക്ക് തോന്നിയത് അതിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്യുവർ ലെതറൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ മെറ്റീരിയലിന് അത്ര ക്വാളിറ്റി എനിക്ക് പോരാൻ തോന്നി കേട്ടോ. അപ്പം അത് എനിക്കൊരു ഡ്രോബാക്കായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.